ഡാനി പോൾ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാനി ഉള്ളത് സതീശന്റെ തട്ടകമായ കഴിഞ്ഞ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി സതീശൻ നെഞ്ചിലേറ്റുന്ന മണ്ഡലമായ പറവൂരിലാണ്. അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. പറവൂരിലെ ജനങ്ങൾക്ക് മറ്റൊന്നുമല്ല ഇത്തവണ വേണ്ടത് ഡാനി, സംശയമില്ല. അവർ സതീശൻ നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ സഫലമാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ അവരുള്ളത്? എന്താണ് രാവിലെ അവിടെ ഒരു ജനസംസാരം? രഞ്ജിത്ത്, പറവൂരിലെ നമ്മൾ കണ്ണംകുളങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമാണുള്ളത്. ഈ 96ലേക്ക് വി ഡി സതീശൻ ഇവിടെ ആദ്യത്തെ അംഗത്തിലേക്ക് വരുമ്പോൾ അന്ന് പരാജയപ്പെടുന്നത് 1000-ൽ ശിഷ്ടം വോട്ടുകൾക്കാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് 2001 മുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജൈത്രയാത്ര ഇവിടുന്ന് തുടങ്ങുന്നത്. പക്ഷേ ഈ 96ലെ പരാജയത്തിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. ഇത് കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിപ്പോൾ 6ാം ടേമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. സുദീർഘമായ 25 വർഷങ്ങൾ പിന്നിടുന്നു. ഏതായാലും ആളുകളുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതീക്ഷകളും എല്ലാം തന്നെ കൂടുതലാണ്. നമ്മളിവിടെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചായക്കടയിലാണ്. വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ കിട്ടുന്ന ഒരിടം. എവിടേക്കാണ്? ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. ഇവിടെയാണോ? ഇന്നിപ്പോൾ പറവൂരിൻ്റെ ഒരു പ്രതീക്ഷ നിറഞ്ഞൊരു ദിവസമൊക്കെ ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയാണ് പലർക്കുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? ഹോമം നടത്തിയിട്ടുണ്ട്. ആണോ? ക്ഷേത്രത്തിലാണോ ഹോമം നടത്തിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. സംശയമില്ല, ഒരു സംശയമില്ല, ഉറപ്പ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിനാണോ? കണ്ണംകുളങ്കര ക്ഷേത്രത്തിൽ അല്ല, അദ്ദേഹം പെരുവാരമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ചില്ല. ഹോമമൊക്കെ നടത്തി അയാൾക്ക് വെറുതെ പറഞ്ഞാട്ടോ വരുന്നത്. എന്തായാലും ആ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്തിന്റെ നല്ല വിശേഷം. രാഷ്ട്രീയത്തിന്റെ വിചിതമായി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും നല്ലൊരു നേതാവുമാണ്. അദ്ദേഹത്തിന് അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നിപ്പോ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്, മറ്റൊരു ചിന്തകളില്ല ഇല്ല എന്ന് തന്നെയാണ്. നല്ലൊരു ജനനായകനാണ്, പഠനയിച്ചവനാണ്, എല്ലാം കൊണ്ടും നല്ലൊരു നേതാവ് തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്. പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കാണുന്ന, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വലിയ പ്രതീക്ഷകൾ ആൾക്കാർ വരുന്നത്. രാവിലെ ചൂട് വടയും എല്ലാം ഇവിടുത്തെ ഓരോ പ്രത്യേകതകളും എല്ലാം തന്നെയാണ്. പറവൂരാണ് സതീശൻ. എങ്ങനെ ഇന്ന് പറവൂരുകാർ ഇന്ന് മൊത്തം പറവൂരിൻ്റെ ഒരു ആഘോഷ ദിവസമാണെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും CM തന്നെയായിരിക്കും വി ഡി സതീശൻ. മാറ്റമില്ല. ഒരുപാട് തീർച്ചയായിട്ടും സതീശൻ സാറ് മുഖ്യമന്ത്രി ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾ നിഷ്പക്ഷരായി വോട്ട് ചെയ്തിരിക്കുന്നവരും എല്ലാവരും സതീശൻ സാറ് മുഖ്യമന്ത്രിയായി കാണാനാണ്. തീർച്ചയായിട്ടും സാറ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതെ, ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നത്തെ പുലരി സാറിൻ്റെതാണ്. ഞങ്ങൾക്കൊരു ആശങ്കയില്ല. തീർച്ചയായിട്ടും സാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പറവൂർ വി ഡി സതീശൻ സാറിൻ്റെ ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പറവൂരിലെ ജനങ്ങളുള്ളത്. അങ്ങനെ കാണുന്നുണ്ടോ? എന്തോ ഒരു തടസ്സമുണ്ടല്ലോ, നീങ്ങണില്ല. എതിരാളികൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വി ഡി സതീശൻ ആയെങ്കിൽ നന്നായിരുന്നു. തടസ്സങ്ങൾ മാറുമെന്നുള്ളതാണ് അല്ലേ? തടസ്സങ്ങൾ മാറിയില്ലെങ്കിൽ വി ഡി സതീശൻ മാറും അല്ലേ? അങ്ങനെയുണ്ട് മനസ്സിൽ ചെറിയ തടസ്സങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് പിണറായി വരണമെന്നാണ് ആഗ്രഹം. ജയിച്ച സ്ഥിതിക്ക് വീട് വരട്ടെ, പറവൂർ മുഖ്യമന്ത്രി ആവട്ടെ. മുഖ്യമന്ത്രി ആവട്ടെ. കുറെ നാൾ ആഗ്രഹിച്ചല്ലേ. എന്റെ ആഗ്രഹം പിണറായി വരണമെന്നാണ്. ജനവിധി മറിച്ചായി. ഇനിയിപ്പോ വീഡിയോയിലേക്ക് കോംപ്രമൈസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. എന്തായാലും പലരും പല രീതിയിൽ എന്നാ ഉണ്ട്. രാവിലെ എന്ത് കഴിച്ചു? അതെ, ആദ്യം തന്നെ ഇവിടെ ഇമേജ് മോശമായി. ആര് മുഖ്യമന്ത്രിയാവും എന്തെന്നുള്ള ഒരുപാട് നീണ്ടുപോയി. അത് വളരെ മോശമായി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ മറ്റേ പൊതുവെ ഒരു ഇതിൽ വരുന്ന മറ്റേ ജമാഅത്തെ ഇസ്ലാം അങ്ങനെയുള്ള ഇതായിട്ടൊരു കൂട്ടുകെട്ട് അങ്ങനെയൊക്കെ നടന്നു. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് KC വേണുഗോപാലിനെയാണ് താല്പര്യം പൊതുവെ ആളുകൾ.
എന്തായാലും പറവൂരിൽ ജനങ്ങൾ കൂടുതൽ ഒരുപക്ഷെ പറവൂരായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വികാരം അല്ലേ? അല്ല, നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെ ഇതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഓരോരുത്തരും അവരൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പറയുന്നത്. ഏതായാലും വലിയ തിരക്ക് കടകളിലെല്ലാം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെയാണ് ഒരു രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നത്. ഇവിടെയുള്ളതാണോ? എങ്ങനെയാണ് ഇന്ന് ഒരു പറവൂരിന്റെ ഒരു ദിവസം എന്ന രീതിയിലൊക്കെ തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ കാണുന്നുണ്ടോ? പറവൂരിലാണ് ഡാനി പോലുള്ളത്. അവിടെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സതീശനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏതായാലും അവരൊക്കെ സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് കാറിൽ, 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് വി അരുണിലേക്ക് ഒന്നുകൂടി പോകണം. അരുണ്, ഇതെങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രൊസീജിയർ നമുക്ക് മനസ്സിലാകുന്നത്? ഹൈക്കമാൻഡ് നിരീക്ഷകർ എത്തും, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകും, ഒപ്പം രമേശ് ചെന്നിത്തലയും ഈ മുഖ്യമന്ത്രി പദമോഹികളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അവർ സന്നിഹിതരാകും, MLA-മാരുണ്ടാകും. മുദ്രവെച്ച കവറിലാണ് ഈ പേര് എത്തിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു 11 മണിയോടുകൂടിയെങ്കിലും ആ പേര് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ സാധിക്കുമോ? 11 മണിയോടുകൂടി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെത്തും. അതിനു മുമ്പ് ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് ഉച്ചയോടുകൂടി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തും. രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. MLA-മാർ ഇന്ന് രാവിലെ തന്നെ പലരും എത്തിക്കഴിഞ്ഞു. 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. എങ്കിൽ പിന്നീട് ഒരു ഔദ്യോഗികമായ ഒരു ചടങ്ങായി ഈ നിയമസഭാ കക്ഷി യോഗം മാറും. MLA-മാരെ കൺവിൻസ് ചെയ്യുക എന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാകും ഹൈക്കമാൻഡ് അവിടെ കടക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ നിയമസഭാ യോഗത്തിന് ശേഷം മാത്രമാകും പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാകും ഈ പേര് പുറത്തു വരിക. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അത് പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയെന്നാണ് ഇന്നലെ ACC മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ആ പേര് ഈ പേര് ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും അവിടെ തർക്കങ്ങൾ ബാക്കിയുണ്ട്. ഈ 3 നേതാക്കളെയും ഒരാളെയും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പാർട്ടി കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഒരു നേതാവ് പിണങ്ങി മാറിയാൽ തന്നെ അത് ഭരണത്തെ പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ എല്ലാ നേതാക്കൾക്കും അവരുടേതായ ആരാധക വൃന്ദവും അനുയായി വൃന്ദവും ഉണ്ട്. അത് പാർട്ടിയിൽ മാത്രമല്ല ഭരണ സംവിധാനത്തിലും അതുണ്ടാകും. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ പോലും ഈ 3 നേതാക്കൾക്ക് വേണ്ടിയും നിൽക്കുന്ന ആളുകളുണ്ടാകും. മന്ത്രിസഭയിലേക്ക് വരുന്നത് ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം വരാനൊരു സാഹചര്യമുണ്ടാകും. അവിടെ വലിയ തർക്കമുണ്ടാകും. ഒരു കോഡിയൽ അന്തരീക്ഷത്തിലല്ല, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലല്ല മന്ത്രിസഭ രൂപീകരണം നടക്കുന്നതെങ്കിൽ അവിടെയും വലിയ തർക്കങ്ങളുണ്ടാകും. അത് ഭരണത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും കോൺഗ്രസിന്റെ ഭരണം നിശ്ചലമാകുന്നതും സ്തംഭനത്തിലേക്ക് പോകുന്നതുമൊക്കെ പാർട്ടിക്കുള്ളിലെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരമൊരു സാധ്യത ഇവിടെയും അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ പേര് ആയ ശേഷവും ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത ശേഷവും ഈ പ്രഖ്യാപനം വൈകുന്നത്. ഇതിൽ 1-2 നേതാക്കൾ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഈ സ്ഥാനം ലഭിക്കാതെ പോകുന്ന 2 നേതാക്കളെയും കൺവിൻസ് ചെയ്യുക. വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാലിനെ കൺവിൻസ് ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ ഇവിടെ ഏതെങ്കിലും ഒരു MP എന്ന അപ്പുറത്തേക്ക് ഒരു പ്രധാന പ്രതിപക്ഷ റോൾ നിർവഹിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നയാളാണ്. സ്ഥാനാർത്ഥികൾ പല MLA-മാരെയും അദ്ദേഹം ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് ഈ MLA സീറ്റ് തന്ന ഞാനാണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണം നൽകിയ ഞാനാണ്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ചില എതിർ നിലപാട് അറിയിച്ച MLA-മാരോട് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം അതിന്റെ യഥാർത്ഥ അവകാശി താനാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നയാളാണ്. ഈ വലിയ വിജയത്തിനും വി ഡി സതീശന് ഒപ്പമോ അതിന് ഉപരിയോ തനിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന നേതാവ് കൂടിയാണ്. അതിന്റെ എല്ലാ ഗരിമയും കൊണ്ട് അദ്ദേഹം കേരളത്തിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് വിശ്വസിക്കുന്നയാളാണ്. വി ഡി സതീശനാകട്ടെ തീർത്തും ദുർബലമായിരുന്ന, തീർത്തും മൃതപ്രായമായിരുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ ഒരു നിയമസഭാ കക്ഷിയുമാണ് ഏറ്റവും പോരാട്ട വീര്യത്തോടുകൂടി നയിക്കുകയും ഒരു വലിയ വിജയത്തിലേക്ക് അവരെ ചരിത്ര വിജയത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനല്ലെങ്കിൽ മറ്റാരെന്ന ചോദ്യം വി ഡി സതീശനും ഉന്നയിക്കുന്നു. 26 വയസ്സിൽ മന്ത്രിയായത് മുതലുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഈ നേതാക്കൾ
നേതാക്കളുടെ ഒക്കെ നേതാവെന്ന ഒരു പേര് അത് വെച്ചാണ് രമേശ് ചെന്നിത്തല തന്റെ അവകാശവാദവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളെയും ഒരുപോലെ ആശ്വസിപ്പിക്കുക, ഒരുപോലെ അവരെ ആശ്വസിപ്പിക്കുക എളുപ്പമല്ല ഹൈക്കമാൻഡ്. പക്ഷേ എങ്കിലും വലിയ പരിക്കുകളില്ലാതെ സർക്കാരിനെ പാർട്ടിക്ക് വലിയ തട്ടുകേടുണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രമമാണ് ഈ അവസാനവട്ടം ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. അതെങ്ങനെയാകും? ഉപമുഖ്യമന്ത്രി പദങ്ങൾ ഉണ്ടാകുമോ? ഉപമുഖ്യമന്ത്രിയായി ആരെങ്കിലും മാറ്റുമോ? അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി ഒരാളെ കക്ഷിയിൽ പ്രത്യേക പ്രാതിനിധ്യം കൊടുക്കുമോ? അതുമല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് വകുപ്പുകൾ, ഒരാൾ മുഖ്യമന്ത്രിയാൽ മറ്റൊരാൾക്ക് ആഭ്യന്തരം, മറ്റൊരാൾക്ക് ധനം എന്നീ തുടങ്ങിയ ഒരു കോംപ്രമൈസ് ഫോർമുല വെക്കുമോ? തീർച്ചയായും ആ ഒരു ഫോർമുലയിൽ നേതാക്കൾ തൃപ്തരാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അത്തരമൊരു ഫോർമുല കൂടി ഒരു പക്ഷേ, കാരണം നേരത്തെ അരുൺ പറഞ്ഞ പോലെ 3 നേതാക്കളെയും പിണക്കാൻ ഹൈക്കമാൻഡിനാവില്ല. 3 പേരും അവരുടേതായ രീതിയിൽ പാർട്ടിക്ക് സംഭാവന നൽകുന്ന ആളാണ്. സതീശന് കൂടുതൽ ക്ലെയിം ഉണ്ട് എങ്കിൽ പോലും ഈ വിജയവുമായി ബന്ധപ്പെട്ട് മറ്റു 2 പേരും അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.